നമുക്ക് 55-ാം ശ്ലോകം നോക്കാം. അവിദ്യാ കാമകർമാദീ പാശബന്ധം വിമോചിതും കശക്നുയാത് വിനാത്മാനം കൽപ്പകോടിശതൈരവി. അവിദ്യാ കാമകർമാദീ പാശബന്ധം വിമോചിതും കശക്നുയാത് വിനാത്മാനം കൽപ്പകോടിശതൈരവി. വലിയൊരു അനർത്ഥ പരമ്പരയിൽ പെട്ടിരിക്കുക നമ്മൾ എന്നാണ് ഈ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത്, ഗുരു പറയുന്നത്. എന്താണ് അനർത്ഥം? അവിദ്യ. അവിദ്യ എന്ന് വെച്ചാൽ അജ്ഞാനം. എന്താ? എന്തിനെ കുറിച്ചുള്ള അജ്ഞാനം? അജ്ഞാനം വെച്ചാൽ അറിവില്ലായ്മ. എന്തിനെ കുറിച്ച് അറിവില്ലായ്മ? ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. ഇത് വിശ്വസിക്കാൻ പറ്റണം അല്ലേ? നമ്മൾ സാധാരണ വ്യവഹാരത്തിൽ ഞാൻ ആരാണെന്ന് അറിയോ? നിനക്ക് ആരാണെന്ന് ഞാൻ എന്നെ അറിയിക്കും, കാണിച്ചു തരും, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾ ആരാണെന്ന് അറിയോ? നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നറിയോ? നമുക്കൊരു വ്യവഹാരത്തിലെ വ്യക്തിത്വം ഉണ്ട്. നമ്മൾ കാർഡൊക്കെ അടിച്ച് വിസിറ്റിംഗ് കാർഡുമായിട്ട് നടക്കാറില്ലേ? അതല്ല അവിടെ പറഞ്ഞത്. ട്രൂ നേച്ചർ ഓഫ് മൈസെൽഫ്. ഐ ഡോണ്ട് നോ മൈ ട്രൂ നേച്ചർ. എൻ്റെ യഥാർത്ഥ സ്വരൂപം. ശാസ്ത്രങ്ങൾ പറയണു നീ സച്ചിദാനന്ദനാണ്. അതറിയാം നമുക്ക്. ഞാനെപ്പോഴും നിലനിൽക്കുന്ന എക്സിസ്റ്റൻസ് പ്രിൻസിപ്പിളാണ്, സത്താണ്. ഞാൻ എല്ലാത്തിനെയും അറിയുന്ന കോൺഷ്യസ്നസ് ആണ്, ബോധമാണ്, ചൈതന്യസ്വരൂപമാണ്. ശരീരം ജഡമാണ്, ശരീരം എൻ്റെ അറിവിന് വിഷയമാണ്. ഞാൻ ആനന്ദസ്വരൂപനാണ്. ഞാനിപ്പം എൻ്റെ വിചാരം ഞാൻ ദുഃഖിയാണെന്ന്. അപ്പൊ ഇന്നത്തെ അനുഭവത്തിന് വിരുദ്ധമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപമെന്ന് ശാസ്ത്രങ്ങളും ഗുരുനാഥന്മാരും പറയണം. പക്ഷെ അത് നമുക്കറിയോ? ഞാൻ എന്താ കഴിക്കണത്? ഞാൻ ചത്തുപോകും. ചത്തുപോകുന്ന ശരീരമാണ്, അസത്താണ് ശരീരം. ആ അസത്തായ ശരീരത്തെ താഴ്ന്നു വിചാരിക്കുക, താൻ സത്താണെന്ന് അറിയണ്ടോ? ഞാൻ എല്ലായ്പ്പോഴും ഉണ്ട്, ഞാനുണ്ട്, അഹം അഹം അഹം, അയാം 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 മീൻസ് ഐ എക്സിസ്റ്റ്. ഐ ആം ദാറ്റ് എക്സിസ്റ്റന്റ് പ്രിൻസിപ്പിൾ. ഉണ്മയാണ് എൻ്റെ സ്വരൂപം. അതില്ലാത്ത കാലവും ദേശവും വസ്തുവില്ല. അറിയേണ്ടത് നമ്മൾ ഇല്ല. ചിത്താണ് ഞാൻ ചൈതന്യസ്വരൂപനാണ്. ശരീരം ജഡമാണ്. പക്ഷെ ജഡതായ ശരീരത്തിലെ ഞാൻ എടുക്കണേ. ഞാൻ ചൈതന്യ സ്വരൂപനാണെന്ന് അറിയണ്ടോ? മാത്രമല്ല ഞാൻ ബോധസ്വരൂപനാണ്. ബോധത്തിന്റെ ധർമ്മമാണ് ചൈതന്യം. ഞാൻ ബോധിക്കുന്നു ശരീരത്തെ എന്നുള്ളതുകൊണ്ട് ശരീരം ദൃശ്യവും ഞാൻ ദ്രഷ്ടാവുമാണ്. പക്ഷെ അങ്ങനെ അറിയണ്ടോ നമ്മളെ? ഇല്ല. ഞാൻ ആനന്ദസ്വരൂപനാണ്. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ അതാ. ആനന്ദമാണ് എൻ്റെ സ്വരൂപം. പക്ഷെ നമ്മുടെ വിചാരം എന്താ? ഞാൻ ദുഃഖിയാണ്, എനിക്ക് ഈ ലോകത്തിലെ പല വസ്തുക്കളും കിട്ടിയാലേ സുഖാവുള്ളൂ എന്ന് വെച്ചാൽ അതിന് പിന്നാലെ ഓടി ഇറക്കല്ലേ അല്ലേ? അപ്പോ അവിദ്യ കാമ കർമാദി, അവിദ്യ കാമം കർമ്മം മുതലായതാണ് എന്ത്? ഈ അനർത്ഥ പരമ്പര. ഇതൊരു പാശമാണ്. ഈ പാശബന്ധത്തിൽ നിന്ന്, ഈ കെട്ടിൽ നിന്ന്, കെട്ടുപാടിൽ നിന്ന് വിമോചിതം, തന്നെ മോചിപ്പിക്കാനായിക്കൊണ്ട്, മുക്തനാവാനായിക്കൊണ്ട്, ആത്മാനം വിന, അവനവനല്ലാതെ അവനവനെ ഇതിന്ന് മോചിപ്പിക്കാൻ കശക്നുയാൽ ആർക്ക് സാധിക്കും? ആർക്ക് സാധിക്കും വെച്ചാൽ വേറെ ആർക്കും സാധിക്കില്ല. അവനവന് തന്നെ അവനവനെ മുക്തനാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അവിദ്യ കാമ കർമ്മ ആദി ബന്ധത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ വിന ആത്മാനം വെച്ചാൽ ഇവിടെ ആത്മാനിച്ച അവനവനെ കൂടാതെ വേറൊരാൾക്കാ സാധിക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം? വേറൊരാൾക്കും സാധിക്കില്ല. കൽപ്പകോടി ശതൈരവി. കൽപ്പം വെച്ചാൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസം, പകല്. അങ്ങനെ കോടി കൽപ്പകാലം കഴിഞ്ഞാലും സാധിക്കില്ല. കോടി ബ്രഹ്മായുസ് കഴിഞ്ഞാലും വേറൊരാൾക്കും നമ്മളെ ഈ അവിദ്യ കാമ കർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാവില്ല. അത് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമാണ്. എന്താ അവിദ്യ? പറഞ്ഞു, അവിദ്യ എന്ന് വെച്ചാൽ അജ്ഞാനം. അജ്ഞാനം എന്ന് വെച്ചാൽ അറിവില്ലായ്മ. എന്തിന്റെ അറിവില്ലായ്മ? ഈ ലോകത്തിൽ എന്തിനെങ്കിലുമൊക്കെ അറിവില്ലാത്തത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ലോകത്തിലെ എല്ലാത്തിനും നമുക്ക് അറിയാനൊട്ടും ആവൂലേനും. എത്ര പഠിച്ചാലും ഇനിയും അറിയാത്തത് ബാക്കിയാ അല്ലേ? എത്ര ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരുന്നാലും പിന്നെ വേൾഡ്ലി ഇഗ്നറൻസ് ബാക്കിയാവും ലോകത്തെക്കുറിച്ചിട്ട്. എന്നാൽ ഇവിടത്തെ അറിവില്ലായ്മ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയില്ല എന്നുള്ളതാണ്. ഐ ആം ദ നേച്ചർ ഓഫ് ഇൻഫിനിറ്റ് ബ്ലിസ്ഫുൾ കോൺഷ്യസ്നസ്. അതാണ് സച്ചിദാനന്ദ എന്ന വാക്കിനർത്ഥം.
കാലദേശങ്ങൾക്ക് മാറാത്ത ബോധമാണ് ഞാൻ എന്ന് നമ്മളറിയോ? ഞാൻ മാറാത്ത എല്ലാ മാറ്റങ്ങളെയും അറിയുന്ന, മാറാതെ വർത്തിക്കുന്ന ആ ബോധമാണ്. അതെല്ലാത്തിനും സാക്ഷിയാണ്. മാറാത്തത് കൊണ്ട് കാലദേശാതീതമാണ്. അതുകൊണ്ടത് അനന്തമല്ലേ, നിത്യമല്ലേ, ശാശ്വതമല്ലേ. അതിനെ പരിമിതമാക്കാൻ ഒന്നുമില്ല. അത് ആനന്ദമാണ്. അങ്ങനെ നിത്യവും ശാശ്വതവും കാലദേശ അതിവർത്തിയുമായ ആ ആനന്ദബോധമാണ് ഞാൻ. ആ ആനന്ദ സ്വരൂപമായ ബോധത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്. അതാണ് ഞാൻ. ഇങ്ങനെ നമ്മളെ അറിയണ്ടോ? ഇല്ല. അപ്പൊ നമ്മളെ ശരിക്കും അറിയാണ്ടിരുന്ന വേറെന്താ കുഴപ്പം? ഉടനെ നമ്മളെ തെറ്റായിട്ട് അറിയും. മനസ്സിലായോ? എന്റെ യഥാർത്ഥ സ്വരൂപം ഇപ്രകാരമാണ്, സച്ചിദാനന്ദമാണെന്ന് ഞാൻ അറിയണില്ല. അപ്പൊ എന്തായി? അവിദ്യ. ആ അവിദ്യ കൊണ്ട് ഉടനെ നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഐ ആം ദിസ് ലിമിറ്റഡ് ബോഡി എന്ന്. മനസ്സിലായോ? ഉടനെ നമുക്ക് മനസ്സിൽ വിചാരം എന്താ? ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ, അതിൽ നമ്മൾ ചോദിക്കണം, എനിക്കറിയില്ല, എന്നെ അറിയിക്കുകയും ചെയ്യാൻ എനിക്ക് പറ്റും എന്ന് പറയുമ്പോൾ ആ അറിവ് എന്തിനെ കുറിച്ചിട്ടാ? ഞാൻ ഈ ദേഹമാണ്, ഈ ദേഹ സംബന്ധമായിട്ടുള്ളതായ അധികാരം, സ്ഥാനം, മാനം, പണം, പ്രതാപം, ശക്തി, ബുദ്ധി, സാമർഥ്യം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളെ അറിയണത്. അത് അതിന് ബേസ് എന്താ? അടിസ്ഥാനം എന്താ? ഈ ദേഹം. ഈ ബോഡി ആണെങ്കിലോ പരിമിതമാണ്, കാലദേശങ്ങളാൽ പരിമിതമാണ്, ലിമിറ്റഡ് ആണ്. ആണല്ലോ? ആക്ച്വലി ഞാൻ ആരാ? ലിമിറ്റ്ലെസ് ആണ്, അൺലിമിറ്റഡ് ആണ് അല്ലേ? കാലദേശങ്ങൾക്ക് അതീതമായതുകൊണ്ട്. ശരീരമാണ് ഈ പരിമിതമാണ്. അപ്പൊ ഞാൻ പരിമിതമായ ബോഡിയാണ്, ശരീരമാണ് എന്ന് വിചാരം. ശരിയോ? അതിന്റെ ഫലമായിട്ട് എന്തായി? യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപം എന്താ? ആ പരിമിതമാണ്, അൺലിമിറ്റഡ് ആണ്, ഇൻഫിനിറ്റ് ആണ്. പക്ഷെ ബോഡിയാണ് ഈ ഫൈനൈറ്റ് ആണ്, ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. പരിമിതമായ ശരീരമാണ് ഞാനെന്ന് തോന്നുമ്പോ എൻ്റെ യഥാർത്ഥ സ്വരൂപം പരിമിതികളില്ലാത്തതായതുകൊണ്ട് എനിക്ക് ഈ പരിമിതി ഇഷ്ടമല്ല. ഈ പരിമിതിയിൽ നിന്ന് പുറത്തു കിടക്കാൻ, ഈ പരിമിതികളിൽ നിന്ന് പരിമിതിയാണ്, ഈ ലിമിറ്റേഷൻ ഫീലിംഗ് ആണ് ബന്ധം, അതാണ് ദുഃഖം. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹിക്കും. മനസ്സിലായോ? എൻ്റെ യഥാർത്ഥ സ്വരൂപം പരിമിതിയായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും അത് ഭാരാവില്ല, ദുഃഖാവില്ല. അതൊന്ന് പുറത്തു കിടക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ശരി, ഇതാണ് അടിസ്ഥാന പോയിന്റ്. പക്ഷെ നമുക്കൊക്കെ പരിമിതി ഇഷ്ടമല്ല. എൻ്റെ യഥാർത്ഥ സ്വരൂപം ഇൻഫിനിറ്റ് ആണെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ പരിമിതത്വം ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് അതിനെ അതിവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കണു. എന്ത് വിചാരിക്കണു? ഐ ഡോണ്ട് ഹാവ് എ വൈഫ്. ഞാൻ കല്യാണം കഴിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഈ പരിമിതി, ദുഃഖം. കല്യാണം കഴിച്ചു, അപ്പോഴോ മാറിയോ? ഇല്ല. ഐ ഡോണ്ട് ഹാവ് ചിൽഡ്രൻ. അല്ലേ? നമുക്ക് പോണ ആഗ്രഹങ്ങള് അവിദ്യന്ന് എന്താ ഉടനെ ഉണ്ടാവണേ? അപ്പൊ അവിദ്യ എന്ന് പറയുമ്പോൾ, അജ്ഞാനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത്ര മനസ്സിലാക്കില്ല. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രായോഗികത മനസ്സിലാക്കണം. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ യഥാർത്ഥ സ്വരൂപം ശാശ്വത ആനന്ദ സ്വരൂപനാണ്, അഖണ്ഡ ബോധ സ്വരൂപിയാണ് ഞാൻ എന്നുള്ളത് അറിയായ്മയാണ്. അതറിയാത്ത വരുമ്പോഴോ ഞാൻ പരിമിതമായ ദേഹമാണെന്ന് വിചാരിക്കും. ഉടനെ ആ പരിമിതികളെ എനിക്കിഷ്ടമല്ല, എൻ്റെ യഥാർത്ഥ സ്വരൂപം അതല്ലാത്തത് കൊണ്ട് അതിനുവേണ്ടി ആഗ്രഹം ഉണ്ടാവും. ആ കാമം, അവിദ്യയിൽ നിന്ന് കാമം ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. മനസ്സിലായോ? എന്താ കാമം? എനിക്ക് അതില്ലാത്തത് കൊണ്ടാണ്, ഇതില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ദുഃഖിയായിരിക്കണത് എന്ന തോന്നല്. എനിക്ക് പൈസ ഇല്ല, ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി. അപ്പൊ ഞാൻ പണം ഉണ്ടാക്കാൻ നോക്കും. കർമ്മം നോക്കൂ, കാമം വന്ന ഉടനെ കർമ്മം വന്നു. മനസ്സിലായോ? കാമം എന്നുള്ള വാക്കിന് ഇവിടെ അർത്ഥം ആഗ്രഹം നടത്തുള്ളൂ, ഡിസയർ. ആ ഡിസയർ പ്രോംപ്റ്റഡ് ആക്ഷൻ. മനസ്സിലായോ? ആ വിദ്യ, അതിന്റെ ഫലമായിട്ട് ആഗ്രഹം, അതിന്റെ ഫലമായിട്ട് കർമ്മം. അപ്പൊ ഇത് മൂന്നും വളരെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിനെ നീക്കിയാൽ മുക്തിയായി. അപ്പൊ അവിദ്യയിൽ നിന്ന് എങ്ങനെയാ കാമന ഉണ്ടാവും മനസ്സിലായോ? ഞാൻ അപൂർണനാണെന്ന് തോന്നല്ലേ, ശരീരമാണെന്ന് വിചാരിക്കുമ്പോൾ ഉടനെ പൂർണ്ണതയാണ് എൻ്റെ സ്വരൂപം എന്നുള്ളത്, വാസ്തവ സ്വരൂപം, തനതായ സ്വരൂപം എന്നുള്ളത് കൊണ്ട് അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കണം. അപ്പൊ അത് ഞാൻ വിചാരിക്കണം എനിക്ക് അതില്ലാത്തോണ്ടായിരിക്കും, ഇതില്ലാത്തോണ്ടായിരിക്കും ഈ അജ്ഞാനത്താൽ തോന്നുക. അപ്പോഴോ ഐ ഡോണ്ട് ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ടായിരുന്നെങ്കിൽ, അവർക്ക് കാറുണ്ട്, കാർ കിട്ടിയ സുഖം, ഒരു കാർ മേടിക്കേ അല്ലേ? നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ആഗ്രഹിച്ച് ഓരോന്ന് ആ ആഗ്രഹം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അവിദ്യ, കാമം, കർമ്മം. കർമ്മം ചെയ്താൽ എന്താ കുഴപ്പം? അങ്ങനെ ചെയ്യുന്ന ഓരോ കർമ്മവും നമ്മുടെ ഉള്ളിൽ അതിന്റെ ഒരു വാസന ഉണ്ടാക്കും, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പൊ നോക്കൂ, ആഗ്രഹം അല്ല, അവിദ്യ എൻ്റെ യഥാർത്ഥ സ്വരൂപം നിത്യ സച്ചിദാനന്ദ സ്വരൂപമാണെന്നുള്ള അറിവില്ലായ്മ കൊണ്ട് തന്നെ ശരീരമാണെന്ന് വിചാരിക്കും. ശരീരമാണ് ഞാൻ എന്നുള്ളത് ശരിയായ അറിവാണോ അറിവില്ലായ്മയാണോ?
അറിവില്ലായ്മ നമ്മളിൽ പ്രകടമാവുന്നത് ഞാൻ ശരീരമാണെന്ന അറിവിന്റെ രൂപത്തിലാണ്. മനസ്സിലായോ? ദിസ് ഇസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ശരിക്കും പറഞ്ഞ ഐ ആം ദിസ് ബോഡി എന്നുള്ളത്. മനസ്സിലായോ? അതിന്ന് ലിമിറ്റ്ലെസ് ആണ് ഞാൻ എന്നുള്ള ആണെന്നുള്ളത് കൊണ്ട് എനിക്ക് ഈ ലിമിറ്റേഷൻ ഇഷ്ടമല്ല. ഈ ലിമിറ്റേഷനെ അതിവർത്തിക്കാനുള്ള ഡിസയർ, ആഗ്രഹം വരണം. ആഗ്രഹം ലീഡ്സ് ടു ആക്ഷൻ. മനസ്സിലായോ? ആഗ്രഹം നേടാൻ വേണ്ടി കർമ്മം ചെയ്യണം. എന്താ ആഗ്രഹം? എനിക്ക് വീടില്ല, എനിക്ക് കാറില്ല, എനിക്ക് ഭാര്യയില്ല, എനിക്ക് ഭർത്താവില്ല, എനിക്ക് കുട്ടികളില്ല, എനിക്ക് പണമില്ല, എനിക്ക് പൊസിഷൻ ഇല്ല, എനിക്ക് അംഗീകാരമില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് പോണു. മനസ്സിലായില്ലേ? നിങ്ങൾ ഓരോന്നും വിചാരിക്കും നമ്മളെ ഓരോന്നും ചെയ്യുന്നത് ഈ കാര്യത്തിലാണ്. എന്നെ ആരും മനസ്സിലാക്കണില്ല. എന്തൊക്കെയാ ആലോചിച്ച് നോക്കുന്നത് വീട്ടില്? ഇതൊക്കെ എന്തിന്റെയാ? അവിദ്യ കൊണ്ടാണതെന്ന് മനസ്സിലാക്കിയാൽ എത്ര വലിയ സമാധാനം ഉണ്ടാവൂലേ? ഇത് വിവേചുരാമണിയൊക്കെ പഠിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോ അതെ, അപ്പൊ എന്തായി? അത് എനിക്ക് ഒരു മൊബൈൽ ഇല്ല, ഒരു വാച്ച് ഇല്ല, നല്ലൊരു പേനയില്ല, അങ്ങനെ തുടങ്ങിയിട്ട് എത്ര വേണമെങ്കിൽ അതിൽ കൂട്ടാം കേട്ടോ. അപ്പൊ എന്തായി? അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയായി. അപ്പൊ ആഗ്രഹം കർമ്മത്തിലേക്ക് നമ്മളെ നയിക്കും. മനസ്സിലായോ? ആഗ്രഹത്താൽ പ്രേരിതമായ കർമ്മം, ആഗ്രഹിച്ച വസ്തു കിട്ടാൻ. അതിലൂടെ പുതിയ വാസന ഉണ്ടാവുകയും ഇംപ്രഷൻസ് ഉണ്ടായി. ഈ അവിടെ തീർന്നോ? ആദി എന്ന് പറഞ്ഞിട്ട് ഈ വാസന ഇൻ ടേംസ് വീണ്ടും ആഗ്രഹം ഉണ്ടാക്കും. മനസ്സിലായോ? കർമ്മം ചെയ്തിട്ട് അത് നേടി അനുഭവിക്കുന്ന ആ സമയത്ത് മാത്രം ഇത്തിരി സുഖം കിട്ടി, കഴിയും വീണ്ടും അത് പോയി. കാരണം കർമ്മം പരിമിതമാണ്. കർമ്മം കൊണ്ട് ശാശ്വതമായ സുഖം കിട്ടില്ല. ആ വാസന വീണ്ടും ആഗ്രഹം ഉണ്ടാക്കുകയും, ആഗ്രഹമോ വീണ്ടും കർമ്മത്തിലേക്ക് നയിക്കുകയും നമ്മളെ. ആ കർമ്മമോ വീണ്ടും വാസന ഉണ്ടാക്കുകയും, ആ വാസനയോ വീണ്ടും ആഗ്രഹം, ആഗ്രഹം വീണ്ടും കർമ്മം, കർമ്മം വീണ്ടും വാസന. ഇങ്ങനെ ഇതൊരു ചക്രമാണ്. ഒരു ചുഴിയിൽപ്പെട്ട ജീവിക്ക് പുറത്തു കിടക്കാൻ കഴിയാത്ത മാതിരി ഇതൊരു വിഷ്യസ് സർക്കിൾ എന്നായി പറയാം. ഇതൊരു അപകടം പിടിച്ച ഒരു ചുഴിയ. ഇതിന്റെ ഉള്ളിൽ പെട്ടാൽ പുറത്തു കിടക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ അനർത്ഥ പരമ്പര എന്ന് പറയുന്നത്. അവിദ്യ, കാമം, കർമ്മം, ഇത് അനർത്ഥ പരമ്പരയാണ്. ഇതിലല്ലേ ഇപ്പൊ നമ്മൾ പെട്ടിരിക്കുന്നത്? മനസ്സിലായില്ലേ? ഇപ്പൊ ഈ അവിദ്യ, കാമ, കർമ്മം. ചോദിക്കണോ, ഇരുന്ന് പുറത്തു കിടക്കാൻ അവനവനല്ല, അവനവൻ വിചാരിക്കാതെ വേറെ ആർക്ക് സാധിക്കും? ഇത് പാശബന്ധമാണ്. നോക്കൂ, പുറത്ത് നമ്മൾ ആരെയോ ആളെയോ പശുവിനെ കെട്ടുന്നത് കയറുകൊണ്ടാണ്. പാശം വെച്ചാൽ കയറുന്നൊരർത്ഥമുണ്ട്. ഇവിടെ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നു ഈ ചിന്തകളിലൂടെ. ശരിയല്ലേ? ഞാൻ അപൂർണൻ, അപരിമിതൻ, എൻ്റെ പൂർണ്ണതയ്ക്കുള്ള കാരണം പുറത്തുള്ള വസ്തുവാണ്, അത് കിട്ടാത്തത് കൊണ്ടാണെന്നുള്ള വിചാരത്താൽ, ആഗ്രഹത്താൽ, അതിനുവേണ്ടി പ്രയത്നം, അതുകൊണ്ട് വീണ്ടും വാസന, ഇങ്ങനെയുള്ള കർമ്മ പാശത്താൽ നമ്മൾ ബദ്ധരാണ്. കയറില്ലാതെ നമ്മളെ കെട്ടിക്കുന്നത്. ഇതിന്ന് വിമോചിതും, മോചിപ്പിക്കാൻ, വിശേഷേണ നമ്മളെ മോചിപ്പിക്കാൻ, എന്നേക്കുമായി നമ്മളെ ഫ്രീ ആക്കാൻ, മുക്തരാക്കാൻ കശക്രിയാൽ ആർക്ക് സാധിക്കും? ആർക്ക് ശക്തിയുണ്ട്? ആർക്ക് കഴിയും? വിന ആത്മാനം, അവനവനല്ലാതെ. ഈ ബന്ധത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ നമ്മൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ആവുമോ എന്ന് ചോദിക്കുക. ആവുമോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം വരുമ്പോൾ എനിക്ക് ഇത് പറഞ്ഞിട്ട് മാറ്റാൻ പറ്റുമോ? എൻ്റെ ഉള്ളിൽ ആഗ്രഹം പറഞ്ഞ് നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. എന്താ കാരണം? അവനവൻ തന്നെ വളരെ ചെക്ക് ചെയ്യണം, വാച്ച് ചെയ്യണം എന്നർത്ഥം. അതായത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന, ബി അലേർട്ട് ആൻഡ് വിജിലന്റ്. മനസ്സിലായോ? ഉള്ളിൽ കാമന വരുമ്പോ തന്നെ ജാഗ്രതയോടുകൂടി ഇരിക്കണം. മനസ്സിലായില്ലേ? ആഗ്രഹം വരുമ്പോ തന്നെ ബോധപൂർവം അതിനെ വീക്ഷിച്ച് ആഗ്രഹം അതിന്റെ ലിമിറ്റ്, പരിമിതി അതിനെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിനെ അവിടെ വെച്ച് തന്നെ ആ ചിന്ത വിടാൻ സാധിക്കണം. ആഗ്രഹം കർമ്മമായാൽ പിന്നെ വാസനയായിട്ടേ തീരുള്ളൂ. വാസന വീണ്ടും ആഗ്രഹവും, വീണ്ടും കർമാവും, വീണ്ടും വാസനയാവും. മനസ്സിലായോ? ഇപ്പൊ എപ്പോഴാണ് ആദ്യത്തെ കർമ്മം ആരംഭിച്ചത്, ആദ്യത്തെ വാസന ആരംഭിച്ചത് എന്നൊക്കെ മനസ്സിലായോ? എപ്പോഴാണ് ഞാൻ അപൂർണനാണ് എന്ന് തോന്നിയത്? അപ്പം ആരംഭിച്ചു. അതുകൊണ്ട് അതെപ്പോഴാ? അജ്ഞാനത്താലാണ്. എൻ്റെ യഥാർത്ഥ സ്വരൂപം പൂർണ്ണത അറിയാത്തത് കൊണ്ടാണ്. അത് എപ്പോഴാ മറന്നെന്നുള്ള അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അജ്ഞാനത്തെ അനാദി എന്ന് പറഞ്ഞു. ആദി അറിയാൻ കഴിയില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ അവനവന് മാത്രമേ അവനവനെ ഈ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുകൊണ്ട് അവനവൻ ക്ഷമിക്കണം. എങ്ങനെ ക്ഷമിക്കണം?
ഗുരു സാധിപ്പിക്കുന്നു പറഞ്ഞ് നിന്നാൻ പറ്റില്ല. അവനവന്റെ ഉള്ളിൽ ചിന്തകള് ആഗ്രഹങ്ങള് പൊന്തുമ്പോ അപ്പ തന്നെ മുളയിലേന്നുള്ള പറയില്ലേ. ആ ഓർക്കണം, ഈ ആഗ്രഹം ഈ ചിന്ത ആ കർമ്മത്തിലേക്കും കർമ്മവാസനയിലേക്കും അതെന്നെ വീണ്ടും ബന്ധനത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ ബന്ധനത്തിലേക്ക് നയിക്കുകയുള്ളൂ. വാസ്തവത്തിൽ എന്റെ സ്വരൂപം പൂർണ്ണമാണ്, സച്ചിദാനന്ദമാണ്. ഈ ഒരു ആഗ്രഹം ഒരു ചിന്തയാണ്. ഈ ചിന്ത പൊന്തുമ്പോ ഈ ചിന്തയെ ആരാ പ്രകാശിപ്പിക്കുന്നത്? ഇത് നമ്മളെങ്ങനെ മോചിപ്പിക്കുക? ഈ ചിന്തയുടെ സാക്ഷിയായ ആ ചൈതന്യം ആത്മബോധമാണ് ഞാൻ, അത് ആനന്ദമാണ്. ഈ ചിന്തയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് നിലനിൽപ്പില്ല. ആ ചിന്തയ്ക്ക് എക്സിസ്റ്റൻസ് കൊടുക്കുന്ന ഞാനാണ്. ആണോ അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഞാനതിനെ അറിയാനില്ലെങ്കിൽ ചിന്തയ്ക്ക് ഉണ്മയുണ്ടോ? ഇല്ല. ആ ചിന്തയ്ക്ക് നമ്മളെ കൊണ്ട് കർമ്മത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവ് കൊടുക്കണം നമ്മളാണ്. നമ്മൾ ആ ചിന്തയോട് ചേർന്നാലേ ചിന്തയ്ക്ക് നമ്മളെ വലിച്ചുകൊണ്ടുപോകാൻ കഴിയുള്ളൂ, ശക്തിയുള്ളൂ. ആക്സിലേറ്റർ കാല് കൊട്ടാലേ അമർത്തിയാലേ വണ്ടി സ്പീഡിൽ പോവുള്ളൂ. ആക്സിലേറ്ററിന് എടുത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യണ മാതിരിയാണ് ചിന്തയെന്ന് ശ്രദ്ധ ചിന്താസാക്ഷിയിലേക്ക് തിരിക്കണമെന്ന്. മനസ്സിലായോ? അപ്പോ ചിന്താതലത്തിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയണം. കർമ്മമായ പിന്നെ വാസനയാവും. മനസ്സിലായോ? ചിന്ത, വിഷയചിന്ത, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ നിന്ന് വീണ്ടും വാസന, ആ വാസനയിൽ നിന്ന് വീണ്ടും വിഷയചിന്ത, ആഗ്രഹം ചിന്തയാണല്ലോ, അതിന് വീണ്ടും കർമ്മം, വീണ്ടും വാസന. ഇതിങ്ങനെ കറങ്ങുക. ഈ വാസന തീരണവരെ, മരിക്കണവരെ ഇതാണ് പ്രവൃത്തി. മരണസമയത്തോ ഈ വാസനയും കൊണ്ട് ബാക്കിയുള്ള വാസനയും കൊണ്ട് വീണ്ടും ജനിക്കുക. അങ്ങനെ ജനന മരണങ്ങൾ അനാദിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ഇതിന് നമ്മളെ മോചിപ്പിക്കണമെങ്കിൽ വേറെ ആർക്ക് കഴിയും? അവനവനല്ലാതെ നമ്മൾ തന്നെ വിചാരിക്കണം. പക്ഷെ നമ്മൾ എങ്ങനെ വിചാരിക്കണം? എങ്ങനെ നമുക്ക് നമ്മളെ കഴിയുക അതറിയണ്ടേ? നമ്മൾ തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ ചെയ്യും സ്വാമിയെ? അത് പറഞ്ഞു തരൂ. അതിനാണ് ഈ പറയണത്. ചിന്ത വരും പറയണം, ചിന്തയെ തലത്തിൽ കൊള്ളണം. ഇപ്പോൾ നോക്കൂ, ഇതൊരു മുണ്ടാണ്. ഈ മുണ്ടിനെ എടുത്ത് നിങ്ങൾ കീറാൻ പറയാൻ പറ്റുമോ? ഇല്ല, കൈ പൊട്ടിപ്പോവുള്ളൂ. എന്നാൽ ഈ മുണ്ട് എന്തുകൊണ്ടുണ്ടാക്കിയതാ? നൂലുകൊണ്ട്. നൂലാണെങ്കിലും പിടിച്ചാൽ പൊട്ടാനൊക്കെ വേദന, ചിലപ്പോൾ കൈൻ്റെ ഇവിടെയൊക്കെ വേദനെടുക്കും. എന്നാലും ഒരുവിധം ഇതിനേക്കാളും എളുപ്പമാണ് അല്ലേ? മുണ്ട് കീറിനേക്കാൾ എളുപ്പമാണ് ഒരു നൂല് പൊട്ടിക്കാൻ. നൂലാണ് മുണ്ടായത്. ഇനി ആ നൂല് എന്താ ഉണ്ടാക്കിയതാ? എന്താ നൂലുണ്ടായത്? പഞ്ഞി. ആ പഞ്ഞി ആവുമ്പോഴോ? പഞ്ഞി സോഫ്റ്റാ. പഞ്ഞിയെ പിന്നെ എളുപ്പമാ പിച്ചാൻ അല്ലേ? നൂല് പൊട്ടിക്കാൻ പറ്റാത്ത ദൂരം എന്ത് ചെയ്യണു? നമ്മൾ ഇങ്ങനെ ഒന്ന് അതിനെ ലൂസ് ചെയ്യുമ്പോഴോ നോക്കിയില്ലേ? അപ്പൊ അത് ആ പഞ്ഞിയൊക്കെ ഓരോന്നോരോന്നും എടുക്കുക. അപ്പോഴോ ഈസിലി ആയിട്ട് ഇട്ട് വരും. ശരിയോ? അപ്പൊ ഈ പഞ്ഞിയുടെ ലെവലില് അത് എളുപ്പമാണ് നമ്മളതിനെ വേർപെടുത്താൻ. ഈ പഞ്ഞിയുടെ ലെവൽ പോലെയാണ് ചിന്താ ലെവൽ. ഇതാണ് സാധകം മനസ്സിലാക്കേണ്ടത്. ചിന്ത വരുമ്പോ പിടിച്ചോണം, ചിന്തയുടെ ലെവലിൽ പിടിച്ചോണം. ചിന്ത വരുമ്പോ പഞ്ഞി പിഞ്ഞന മാതിരി എളുപ്പമാണ്, വസ്ത്രം പോലെയല്ല, എളുപ്പമല്ല, ബുദ്ധിമുട്ടല്ല. അപ്പോ ആ ചിന്താ ലെവലിൽ പിടിച്ചുകൊണ്ട് ചിന്താസാക്ഷിയായ സ്വാമിയെ ഓർമ്മിച്ചോണം. മനസ്സിലായോ? സത്യസ്വരൂപനായ ഭഗവാനെ ഓർമ്മിച്ചോണം. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടദേവനെ ഓർമ്മിക്കുക, അല്ലെങ്കിലോ ആ സാക്ഷിയെ, ബോധത്തെ, ആത്മതത്വത്തെ, ഈ ചിന്തയുടെ സാക്ഷിയാണ് ഞാൻ ഓർമ്മിക്കുക. അങ്ങനെ ഓർമ്മിക്കാൻ പറ്റും, അങ്ങനെ ഓർമ്മിക്കുക. അല്ലെങ്കിൽ ഒരു ആയിരപ്പ ഓർമ്മിച്ചോളൂ. മനസ്സിലായോ? അങ്ങനെ അപ്പൊ ഉദാഹരണം മനസ്സിലായില്ലേ? പഞ്ഞി, നൂല്, വസ്ത്രം, ഓരോന്നും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രയാസ. മനസ്സിലായോ? ചിന്താ ലെവലിൽ നമുക്ക് പറ്റും അലർട്ടായി ജാഗ്രത ചെയ്യുന്നാൽ. പിന്നെയോ കർമ്മമായപ്പെട്ടു. കർമ്മം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ തലയിൽ വെച്ചിട്ട് കരഞ്ഞിട്ടോ ഗുരുവായൂരപ്പാ സ്വാമി എന്ന് പറഞ്ഞ കാലം വീണിട്ട് കാര്യമുണ്ടോ? ഞാൻ അനുഭവിച്ചു തന്നെ പറ്റുള്ളൂ. മനസ്സിലായോ? ഇത് ആൾക്കാരെ അറിയണില്ല. വേണ്ടാത്തതും വേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അനുഭവിച്ച് തന്നെ തീരാൻ പറ്റുള്ളൂ. ഇവിടെ പിടിക്കണം നിങ്ങൾ. പുതിയൊരു കർമ്മം, പുതിയൊരു വാസന ഉണ്ടാവാണ്ടിരിക്കണേ എന്ത് ചെയ്യണം? ആ ചിന്താലെവൽ തന്നെ അതിനെ അവസാനിപ്പിക്കണം. ഇതാണ് അവനവനെ കൊണ്ടേ അവനവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ, മോചിപ്പിക്കാൻ പറ്റുള്ളൂ. അവനവനെ എങ്ങനെ മോചിപ്പിക്കാൻ പറ്റും? ഇങ്ങനെയാ മോചിപ്പിക്കാൻ പറ്റുക. മനസ്സിലായോ? ക്ലിയർ? അവിദ്യാകാമകർമാദി പാശബന്ധം വിമോചിതം കശക്നുയാത് വിനാത്മാനം കൽപ്പകോടിശതൈരവി. പറ്റും എന്ന് പറയാൻ എന്താ കാരണം? ചിന്ത നമ്മളല്ലേ. ഈ ചിന്ത വന്നപ്പോ ആർ യു നോട്ട് അവെയർ ഓഫ് യുവർ തോട്ട്സ്? ചിന്ത വന്നപ്പോ പറഞ്ഞില്ലേ നിങ്ങള്? അതിന്റെ അർത്ഥം എന്താ? യു ആർ നോട്ട് തോട്ട്സ്.
യു ആർ ഡിഫറെന്റ് ഫ്രം യുവർ തോട്ട്സ്, ഇസന്റ് ഇറ്റ്? ചിന്ത വന്നു, ചിന്ത പോയി. പക്ഷെ നീ വരുമ്പോ ചെയ്തോ. ചിന്ത വരണേന്ന് ഞാനുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാല് ഞാനെന്ന കോൺഷ്യസ്നസ്, ബോധം. അതിന്റെ മുമ്പിലാണ് ഈ ചിന്ത വന്നത്. ചിന്ത പോയതും അതിന് മുമ്പില്. നീ ചിന്തയോ നീ നിന്റെ നില മറന്ന് ചിന്തയിലാണ് കയറി പിടിച്ചപ്പോഴോ ആ പുലിവാൽ പിടിച്ച മാതിരി നമ്മളതിനെ പിടിച്ചത് അത് നമ്മളെ കൊണ്ടുപോയി. നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. മനസ്സിലായോ? അപ്പോ തോട്ട്സ് ആർ ബിഫോർ യു. ചിന്ത മുമ്പിലാണ്. ചിന്ത അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യു ആർ ബിഹൈൻഡ് ദ തോട്ട്സ്. യു ആർ ഓൺലി എ വിറ്റ്നസ് ഓഫ് ഇറ്റ്. യു ആർ ഓൺലി എ നോൺ ലുക്കർ. നിങ്ങൾ അതിൻ്റെ ഒരു കാഴ്ചക്കാരൻ മാത്രമാണ്. അല്ലേ? ആലോചിച്ച് നോക്കൂ. ഒരു സാക്ഷി മാത്രം. അതുകൊണ്ട് നീയും ചിന്തയും രണ്ടാണടാ, ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ആ സ്വാതന്ത്ര്യത്തെ, നിന്റെ ആ മഹത്വത്തെ നീ അസർട്ടൈൻ ചെയ്യുമ്പോൾ, നീ ഉറപ്പിക്കുമ്പോൾ നിനക്ക് മോചനം നേടാൻ സാധിക്കുന്നത്. ഇന്ന് നീ അത് മറന്നുപോവാ. നിന്റെ ഗ്ലോറി, നിന്റെ മഹിമ. മനസ്സിലായോ? നീയാണ് ചിന്തയ്ക്ക് ഉണ്മ കൊടുക്കുന്നത്, നിലനിൽപ്പ് കൊടുക്കണമെന്ന് പോലും നീ മറന്നു പോകുന്നു. എന്നിട്ടോ വടി കൊടുത്ത് അടിമേടിക്കുക എന്ന് പറഞ്ഞ മാതിരി ചിന്തയെ കയറി പിടിച്ച് അത് കൊണ്ടാൻ വേണ്ടി കർമ്മങ്ങളിലേക്ക് പെട്ട് പിന്നെ അവസാനം ദുരിതവും ദുഃഖവും ജീവിതം ആകെ കഷ്ടാക്കിയിട്ട് അമ്പലത്തിൽ പോയി പറഞ്ഞിട്ടും മഹാന്മാരുടെ കാലത്ത് പോയി പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇന്നത്തോളം അനുഭവിക്കുക തന്നെ വേണം. മനസ്സിലായോ? ഇത് വളരെ മുഖ്യ വിഷയം. അവനെ അനുഭവിക്കുമ്പോൾ ഇതൊക്കെ ഓർത്തോളാം. ഓരോ അനുഭവത്തിലും ഇനി ഞാൻ പിടിക്കാണ്ടിരിക്കണം. ഈ ചിന്താ ലെവലില് സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായോ? ചിന്താസാക്ഷിയായ സ്വാമിയെ ഭഗവാനെ ഓർമ്മിച്ചു. ഓക്കെ. അല്ലാതെ കൽപ്പകോടി ബ്രഹ്മാവിന്റെ ആയുഷ്കാലം വിചാരിച്ചാലും വേറൊരാളെന്നെ മുക്തനാക്കി സാധിക്കാൻ പോണില്ല കേട്ടോ. എത്ര വലിയ ഗുരു ആയാലും കാര്യമില്ലേ. ഗുരു എത്ര വലിയ മഹാനായാലും കാര്യമില്ല. ഗുരു മുക്തനായോണ്ട് ശിഷ്യ മുക്തനാവോ? മുക്തിയുടെ രഹസ്യമായി പോയപ്പോഴാണത്. നമ്മളെ ബന്ധനത്താക്കുന്ന ഈ ചിന്തയാണ്. ചിന്തയാണ് മനസ്സിനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ചിന്തകൾ കോൺസ്റ്റിറ്റ്യൂട്ട് മൈൻഡ്. അതുകൊണ്ട് മനസ്സാണെന്ന് പറയും. പക്ഷെ അവിടെ ചിന്തയാണ്.